ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. ഇന്ന് നമുക്ക് ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞപ്പൻ്റെ റോബോട്ടിൻ്റെ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതേ നമ്മൾ ഇതുപോലത്തെ ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോട്ടോ വേണമല്ലോ. അപ്പോൾ ഞാനും കുഞ്ഞപ്പനും കൂടിയുള്ള ഒരു പിക്ക് ഇതുപോലെ കളർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ A4 സൈസിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് ഇവിടെ 10 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ ഒരു ഫോട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു കാർഡ്ബോർഡ് പീസ് വേണ്ടി വരും. ഞാനിപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ആ ഒരു ഫോട്ടോൻ്റെ കംപ്ലീറ്റ് ഭാഗം എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചെറിയ പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിന് പുറകിലായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ തട്ടിയാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ OHP ഷീറ്റാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ OHP ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ ഒരു ഷീറ്റും നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ 4 സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൂ ആണല്ലോ. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. പിന്നെ ആ ഒരു OHP ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പശ തന്നെ ഉപയോഗിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽപ്പുണ്ടല്ലേ, അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ബോർഡർ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കളർ പേപ്പറാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. പിന്നെ മിക്കവാറും ബ്ലാക്ക് കളറിലെ ബോർഡേഴ്സാണ് കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ബ്ലൂ കളർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലാക്ക് മതിയെങ്കിൽ അതെടുക്കാം കേട്ടോ. അതിൽ നിന്നായിട്ട് നമ്മൾ 4 പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 4 പേപ്പർ ട്യൂബ്സ് നമ്മളിപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോർഡറിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന 2 സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അതിന് പുറത്തേക്കായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള 2 സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞ് ഫോട്ടോ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് അധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് ഒട്ടിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വുളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹാങ് ചെയ്യാനായിട്ടുള്ള രീതിയിലാക്കി എടുക്കാം കേട്ടോ. അതും അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വോളിലേക്ക് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാങ്ങിങ് ഒന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.